അവബോധത്തെക്കുറിച്ച് ആരൊക്കെ ഇവിടെ പറയാൻ എത്തിയിട്ടുണ്ടോ അവരെ എല്ലാം തന്നെ ചില കൂട്ടര് അതിനെ വളരെ വലിയ രീതിയിൽ സാമൂഹ്യപരമായുള്ള വിമർശനങ്ങൾ അവബോധത്തിനെക്കുറിച്ച് പറയാനെത്തിയിട്ടുള്ള ഗുരുപരമ്പരയ്ക്ക് നേരെ വന്നിട്ടുണ്ട്. നോക്കൂ, പണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് ചിന്തിച്ചപ്പം സത്യമാണ്. സ്വാമി വിവേകാനന്ദൻ ശങ്കരാചാര്യർ പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ. അദ്വൈതത്തെ കൂടുതൽ ലോകത്തിൻ്റെ മുന്നിലേക്ക് ശ്രദ്ധ കൊടുത്തു. ഒരു സന്യാസി വര്യൻ അതുവരെ പാശ്ചാത്യർ കേട്ടുകൊണ്ടിരുന്ന ഒരു സംസ്കാരമല്ല, അവരൊരു സംസാര രീതി, അവരുടെ സംസ്കാരത്തിൽ നിന്ന് അവർ ഉണ്ടായിരിക്കുന്നത് എല്ലാവരും ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ അങ്ങനെയുള്ള രീതിയിൽ പറയുന്നതിൽ നിന്ന് സഹോദരി സഹോദരന്മാരെ എന്ന് ഒരാൾ ആത്മാർത്ഥതയോട് പറയുമ്പം ചിലവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വ്യക്തിയുടെ ആ വാക്കിൽ ആ സത്യമുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെ ആണെങ്കിൽ കേൾക്കുന്നവനും മനസ്സിലാവും. ലോകം മുഴുവനും അത് ശ്രദ്ധ നേടി, സഹോദരി സഹോദരന്മാരെ എന്നുള്ള ആ വാക്കിൻ്റെ ശക്തി. ശങ്കരാചാര്യർ പറഞ്ഞതും അദ്വൈതം ഈ ഒരു പൊരുളാണ്. ആരും തമ്മിൽ ഭേദമില്ല, ഈശ്വര അനുഭവത്തിലിരിക്കുമ്പം എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടി എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് എത്തുന്നുള്ള ഒന്ന്. എന്നാൽ നമ്മുടെ മണ്ണിൽ അദ്വൈതത്തിനെ വ്യാഖ്യാനിച്ച് നൽകിയ ശങ്കരാചാര്യനെ അപമാനിച്ച ഒരു പർട്ടിക്കുലറായിട്ടുള്ള, അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലും രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ രീതിയിൽ അതിനെ ഒത്തിരിയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരുള്ള കുറച്ച് ആളുകളുടെ ഇടയിൽ ഞാൻ മിണ്ടുന്ന സമയത്ത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരെന്നോട് പറഞ്ഞു, അവരുടെ പൊട്ടം തെയ്യം ഉണ്ടായതിൻ്റെ കഥ പറയുമ്പോൾ ശങ്കരാചാര്യർ വഴിമാറിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ കൈ മുറിച്ചാലും ചോരയല്ലേ വരുന്നത്, എൻ്റെ കൈ മുറിച്ചാലും ചോരയല്ലേ വരുന്നതെന്ന് പറഞ്ഞതിന് ശങ്കരാചാര്യർ സൃഷ്ടിച്ച ഒരു പൊട്ടം തെയ്യത്തിൻ്റെ കഥ. എന്തൊരു അസംബന്ധമായുള്ളൊരു കഥയാണതൊക്കെ. അപ്പം ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറഞ്ഞവരെതിരെ ഈ തിരിയേണ്ട ആവശ്യമില്ല. മതം നടത്തിയിരിക്കുന്ന പിള്ളേർ കഥകൾക്കൊന്നും ഒരു പ്രശ്നമില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആർക്കും ഫലപ്രദമാവില്ല. സമൂഹത്തിൽ ഇന്ന് നടക്കുന്നത് പോലുള്ള യുദ്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവിടെ ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ മനുഷ്യബോധം, ഇപ്പോൾ ശങ്കരാചാര്യരും ഓരോ വ്യക്തികളും അവബോധത്തിൻ്റെ കാര്യം പറയുമ്പം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതൊരു അമാനുഷികതയൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിയുക. ഒരു 10 മിനിറ്റ് നേരം ഒരു ചിന്തകളില്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു ചിന്തകളില്ലാതെ, അതിന് നിങ്ങൾക്ക് എന്തു പേരിട്ടും വിളിക്കാം, ശൂന്യതയെന്നോ ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും, ആ ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ ചിന്തകളില്ല, നിങ്ങളുടെ സ്വയം അനുഭവത്തെ, എൻ്റെ അനുഭവത്തെ ഒന്നും നോക്കണ്ട, ആ 10 മിനിറ്റിലുണ്ടാവുന്ന നിങ്ങളുടെ സ്വയബോധത്തെ. എല്ലാവരും ചിന്തിക്കുന്നത് ബുദ്ധി പ്രവർത്തിക്കുന്നെന്നാണ്. ഈ ബുദ്ധി എന്ന് പറയുന്നൊരു പാറ്റേണാണ്. നമ്മളെപ്പോഴും എന്തോ ഒന്നിനെ പിന്തുടരുകയാണ്. എന്നാൽ ഇതിൻ്റെ നശ്വരതയെ നമ്മൾ അറിയുന്നില്ല. ആ നശ്വരതയായിരിക്കുന്ന, അല്ലെ, ചിത്തത്തിൻ്റെ ശുദ്ധബോധം നമ്മുടെ ബോധാവസ്ഥയാണ്. അതിനെ ബുദ്ധി എന്ന് പറയുള്ളൂ. ശുദ്ധമായുള്ള ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന അവസ്ഥ, അതിലാണ് എല്ലാ തിരിച്ചറിവും ഉണ്ടാകുന്നത്. ഒരിക്കലും ആധ്യാത്മികത തിരിച്ചറിവ് വന്നവർ വ്യത്യസ്തമായി കാണാനോ ഇവിടെ ഒരു സാമൂഹികപരമായുള്ള അന്തരീക്ഷം, ഒരു നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനോ ശ്രമിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് ഇത്രയും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു മാർഗത്തെ നമ്മൾ നിഷേധിച്ച് കളയുമ്പം, അത് തുടങ്ങി വെച്ച ശങ്കരാചാര്യനെ പോലും വിമർശിച്ച ഈ ഒരു മണ്ണിനെ
ശരിക്കും ഒരു പ്രാന്താലയമല്ലാതെ വേറൊന്നും വിളിക്കാൻ പറ്റില്ല. അത് ചില എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം ടൈം ട്രാവലറിങ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും ചന്ദ്രനെല്ലാം ഒരു വീഡിയോ റെക്കോർഡിങ് പോലാണ്. ഇപ്പോൾ ഈ വീഡിയോ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം, യൂട്യൂബിലുണ്ട്. ചന്ദ്രനിലും എല്ലാം ഇരിപ്പമുണ്ട്. ചില മണ്ണ്, ഈ ബംഗ്ലാദേശും കേരളവുമൊക്കെ ഈ മാന്ത്രികരുടെ ഒരു കോട്ടയാണ്. ഈ മന്ത്രവാദം ചെയ്യുന്നെന്ന് പറയുമ്പം തന്നെ അവർക്കൊരു തിരിച്ചറിവില്ലാത്ത കൂട്ടരാണ്. അവർക്ക് കാലത്തിനെ അറിയില്ല. അന്തിമകാല സമയം എന്ന് പറയുന്നൊരു സമയമുണ്ടെന്നും അവിടെ കൃപയില്ലാതെ ഒരുത്തനും ഒന്നുമില്ല എന്നുള്ളതും. അതില്ലാതെ പോകുന്ന കുറേ കൂട്ടങ്ങൾ ഇവിടെ കുറേ രാജസിക ഗുണങ്ങളാക്കി തീർത്തു. ഒരു മണ്ണിന് അതിൻ്റെ സ്പന്ദനമുണ്ട്. ഒരു സ്ഥലത്തിലുള്ള വ്യക്തികളുടെ പ്രഭാവം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. സ്വാത്വികം, രാജസികം, തമോ ഗുണം എന്നുള്ള ഊർജത്തിൻ്റെ ഒരു ഫ്രീക്വൻസി വൈബ്രേഷനുണ്ട്. നമ്മുടെ മണ്ണിലും കുറേ അന്ധത വന്ന് നിറയാൻ കാരണവും ചില രീതിയിലുള്ള വർഷിപ്പ് കൊണ്ടാണ്. അതിനാൽ അത് ആ രീതിയിൽ എത്തി നിൽക്കുന്നു ഈ മണ്ണ്. അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യന് കർമ്മപ്രാരാബ്ദം വളരെ വലുതാണ്. മനുഷ്യബോധത്തെ ഉണർത്തുന്നത് വളരെ വളരെ ഓപ്പണായിട്ടുള്ളൊരു രീതിയാണ്. സത്യസന്ധമായും തുറന്നു പറയുന്ന രീതിയാണ്. അതിനെ വിമർശിക്കുന്നൊരു സമൂഹം അത്രയും അന്ധത നിറഞ്ഞതുമാണ്.